കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. ജോലിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നതിന് പകരം പുറത്ത് ചാടിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണിപ്പോ ഇവിടെ ചിലർ ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് പറ്റി മോനെ? എന്ത് പറ്റാനാ? മേഘ എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടു. ഇനിയിപ്പോ എന്നെ അമ്മാവനെ അവിടുന്ന് തുടച്ചു വെക്കണം. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്ത് പറ്റിന്ന് പറ ഉണ്ണിയേട്ടാ. ദേ വന്നല്ലോ ആൾക്കാര്. ചോദിക്ക എന്താ പറ്റിയെന്ന്. അവിടെ ഒരു സിവിൽ എഞ്ചിനീയർ വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ മിടുക്കനാ. അതുമാത്രമല്ല, നല്ല എക്സ്പീരിയൻസും ഉണ്ട്. കൈയിട്ട് വാരത്തുമില്ല. അത് മനസ്സിലാക്കിയിട്ടാ ബാലചന്ദ്രൻ സാറിനെ ഞാൻ അവിടെ നിയമിച്ചത്. ഇനിയിപ്പം നമ്മുടെ എല്ലാ കൺസ്ട്രക്ഷൻസിലും അദ്ദേഹത്തിന്റെ ഒരു കണ്ണുണ്ടാവും. പറഞ്ഞത് കേട്ടല്ലോ. എനിക്കും അമ്മാവന് മുകളിൽ ഒരാളെ വെച്ചു എന്ന്. ഇനിയിപ്പോ സൂപ്പർവൈസിംഗ് ഒക്കെ അയാളായിരിക്കും. ഇതിലും നല്ലത് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു വിടുന്നല്ലായിരുന്നോ? അതൊക്കെ നിന്റെ ഇഷ്ടം. ഞാൻ ആരെയും പറഞ്ഞു വിടാനല്ല അങ്ങനെ ചെയ്തേ. എന്റെ കമ്പനി വളരാനാ. ഇത്രയും നാളും നിന്റെ കമ്പനി വളരാതെ പിന്നെ തകരുകയായിരുന്നോ? അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയെക്കാളും പേരെടുത്ത പല കമ്പനികളും ഇന്ന് ഈ നാട്ടിലുണ്ട്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ക്ലച്ച് പിടിച്ച ഒരുപാട് കമ്പനികൾ. അവരുമായി മത്സരിക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ കഴിവുള്ള ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വരണം. അതിലുപരി വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ. അതിന്റെ അർത്ഥം ഞങ്ങൾ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നല്ലേ? എന്താ സംശയം? കള്ളപ്പണ കേസ് ഇതുവരെ തേഞ്ഞുമാഞ്ഞു പോയിട്ടില്ല. അങ്ങനെയുള്ളൊരാള് സൂപ്പർവൈസറായി എന്റെ കമ്പനിയിൽ തുടരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ നീ എന്റെ അനിയനായതുകൊണ്ട് മാത്രമാണ് നിന്നെ അവിടെ തുടരാൻ അനുവദിക്കുന്നേ. ഇയാളുടെ ആജ്ഞകൾ കേട്ട് ഇയാളുടെ അടിമയായിട്ട് ജോലി ചെയ്യാൻ ഉണ്ണിയേട്ട നാണോ ഇല്ലേ? അങ്ങനെങ്കില് ഇവനോട് ജോലിന്ന് റിസൈൻ ചെയ്ത് പോകാൻ പറ. ഞാനത് പറയില്ല. ഇവൻ പോയാൽ അതിനേക്കാളും മിടുക്കനായ ഒരു സൂപ്പർവൈസർ അവിടെ വരും. പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? മിടുക്കന്മാരെ ആൾക്കാരെ വെച്ച് കമ്പനി വളർത്തിയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമുള്ളത്? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്? നാളെ പറ്റി സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്തവരാ ഇന്ന് കമ്പനി വിളിപ്പിക്കാൻ നടക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ണി പറയണ്ട. നാളെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എന്ത് സ്വപ്നങ്ങളാ ഉള്ളത്? എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. നാളെ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്. അതിനു വേണ്ടിട്ടാ ഞങ്ങള് ജീവിക്കുന്നത്. നിനക്കും ഇങ്ങേർക്കും അങ്ങനെ ഒന്ന് സ്വപ്നം കാണാൻ പറ്റുമോ? ചിലപ്പോ എന്റെ ജീവിതത്തിലും അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ വന്നെന്നിരിക്കും. കാലിന്റെ വിരളൊന്നും ചലിച്ചു തുടങ്ങിയപ്പോഴേ ഇത്രയ്ക്ക് അഹങ്കാരമായെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എടാ, വീൽ ചെയറിൽ ഞാൻ ഇരിക്കുന്നത് എന്റെ നട്ടലിന് തകരാറ് സംഭവിച്ചതുകൊണ്ടാ. പക്ഷെ നട്ടല് വളഞ്ഞ ജീവിതം അല്ല എന്റേത്. ആരുടെ മുന്നിലും ഞാൻ തലകുനിച്ച് കൊടുക്കാറുമില്ല. പക്ഷെ നിനക്ക് നിന്റെ ഭാര്യയെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. എന്താ നിങ്ങൾ പറയുന്ന നിലയ്ക്ക് നിർത്തല്? എന്നെ ഉണ്ണിയേട്ടൻ തല്ലണോ? എനിക്ക് മുകളിൽ സംസാരിച്ചിട്ട് എന്റെ വായടപ്പിക്കണോ? ഇവളുടെ കാര്യത്തിൽ വല്ലതാണെങ്കില് നിങ്ങൾക്കത് നടക്കുമായിരിക്കും. കാരണം അർഹിക്കാത്ത ജീവിതം ഇവൾക്ക് കിട്ടിയത്.
ഈ വീട്ടിൽ ഇവളുടെ ലൈഫ് എന്ന് പറയുന്ന ലോട്ടറിയാണ്, ബമ്പർ ലോട്ടറി. എന്നാൽ എന്റെ കാര്യം അങ്ങനെയല്ല. നിങ്ങളുടെ ഈ വീടില്ലെങ്കിലും ശരി, ഈ നിൽക്കുന്ന നിങ്ങളുടെ അനിയനില്ലെങ്കിലും ശരി, എനിക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ നീ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കരുത് കരുണേ. നമ്മുടെയൊക്കെ ജീവിതം നിയന്ത്രിക്കുന്ന ഒരാള് മുകളിലുണ്ട്. ആ ശക്തി ഒന്ന് കണ്ണടച്ചാ നീ ഇപ്പൊ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. അതെ അതെ, അങ്ങനെ ആ ശക്തി കണ്ണടച്ചതുകൊണ്ടാണല്ലോ കുഞ്ഞുനാളിലെ നിങ്ങക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായത്. നിർത്തടി. എന്തിനാ ഞാൻ നിർത്തുന്നത്?